നമസ്കാരം. കേരള ഇൻസൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള ഇൻസൈറ്റ് ചാനൽ ചർച്ച ചെയ്ത വിഷയം നമ്മുടെ വെള്ളപ്പൊക്കം, പ്രകൃതി ദുരന്തം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ചെറിയ ടോപ്പിക്കല്ല, ഒരു വലിയ ടോപ്പിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ 2-3 എപ്പിസോഡെങ്കിലും വേണ്ടിവരും. അത്തരത്തിൽ 2-3 എപ്പിസോഡുകളിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് ഞങ്ങൾ പറഞ്ഞതിൽ എന്തുമാത്രം വാസ്തവം ഉണ്ട് എന്നത്. പണ്ട് കാലത്തും ഇതിനു മുമ്പും തന്നെ കേരളത്തിൽ പല സ്ഥലത്തും വെള്ളപ്പൊക്കം എന്ന ഒരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതുപോലല്ല. മഴ പെയ്തു ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുകയാണ്. മലവെള്ളപ്പാച്ചിലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഒരു പ്രദേശം തന്നെ ഇല്ലാതാവുന്ന ഒരു പ്രവണത. അത് പണ്ടെങ്ങും ഇല്ലാതിരുന്നു. പണ്ട് നദികളിലും തോടുകളിലും ഒക്കെ വെള്ളം പൊങ്ങുകയും അത് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ കഴിയുമായിരുന്നു. വെള്ളം പൊങ്ങുന്നു എന്നത് ആൾനാശമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും അവിചാരിതമായി സംഭവിക്കുന്നില്ല. ഇവിടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം ഒരു പ്രദേശത്താകമാനം വ്യാപിക്കുകയാണ്. ഇതിന് ആദ്യ കാരണം എന്നത് മഴയുടെ തീവ്രത കൂടുതലാണ്. പണ്ട് കാലങ്ങളിൽ മഴ പെയ്യുമ്പോൾ മഴവെള്ളം ഇത്രത്തോളം ഭൂമിയിൽ പതിക്കുന്നില്ല. അതായത് തീവ്രത കുറവാണ്. മഴവെള്ളത്തിൻ്റെ തോത് അല്ലെങ്കിൽ അളവ് കുറവാണ്. ഇപ്പോൾ അങ്ങനെയല്ല. മഴയുടെ തീവ്രത എന്ന് പറയുന്നത് വെള്ളം ഭൂമിയിൽ പതിക്കുമ്പോൾ എത്രമാത്രം വെള്ളം ഭൂമിയിൽ പതിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇത് ശരിക്കും വർഷാവർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഭൂമിയിൽ ഇത്തരം മഴ പെയ്തു കഴിഞ്ഞാൽ പ്രദേശത്തുണ്ടാകുന്ന വെള്ളം സംഭരിക്കാൻ വേണ്ട സംഭരണ നിലങ്ങളുണ്ടായിരുന്നു, തടാകങ്ങളുണ്ടായിരുന്നു, തോടുകളുണ്ടായിരുന്നു, നദികളുണ്ടായിരുന്നു. ഇപ്പോഴും ഇവയൊക്കെ ഉണ്ട്. പക്ഷെ ഇവയ്ക്ക് പഴയ പോലുള്ള സംഭരണ ശേഷിയില്ല. മഴ പെയ്താൽ വെള്ളം ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള നദികളും ഡാമുകളും ഒക്കെ തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണൽ നിറഞ്ഞു കിടക്കുകയാണ്. തോടുകൾ പലതും ഇല്ലാതായി. അതുപോലെ തന്നെ വളരെയധികം ജലം ഉൾക്കൊള്ളാൻ കഴിയുന്ന പാടശേഖരങ്ങളുണ്ട്. ആ പാടശേഖരങ്ങൾ പലതും നികത്തിയിരിക്കുകയാണ്. നികത്തി പുതിയ ബിൽഡിങ്ങുകളും ഒക്കെ വന്നിരിക്കുകയാണ്. ഇതാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ, സാധാരണപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണം. ഇനി കുന്നുകളുള്ള പ്രദേശങ്ങൾ, ഹൈ റേഞ്ചുകൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ വികസനത്തിൻ്റെ പേരിൽ പല കുന്നുകളും ഇടിച്ച് നിരപ്പാക്കി അവിടെ നിന്നും മണ്ണ് എടുത്ത് മറ്റു പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വികസനങ്ങളല്ല അവിടെ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കുന്നുകളിൽ നിന്നുള്ള പാറ ഖനനം എന്ന് പറയുമ്പോൾ ഏക്കർ കണക്കിനാണ് പാറകൾ ഖനനം ചെയ്ത് അവിടെ ഈ കോറികൾ അവിടെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയിരിക്കുന്നത്. ഈ പാറ ഖനനം ചെയ്തിടത്തെല്ലാം തന്നെ ജലസംഭരണികളായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ജലസംഭരണികളിൽ വെള്ളം നിറയുമ്പോൾ ഭൂമിയുടെ ബാലൻസ് അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ബാലൻസ് തെറ്റുകയും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വെള്ളപ്പാച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. അത് ഏതെങ്കിലും ഒരു കുന്നിൻ്റെ പ്രദേശത്തു കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് പതിക്കുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. ചുരുക്കം പറഞ്ഞാൽ വർഷങ്ങളായി ഈ കാലാവസ്ഥയ്ക്കനുസൃതമായി പ്രകൃതിയെ സജ്ജമാക്കിയിരിക്കുന്ന ഒരു ഘടന മാറി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ പ്രധാന കാരണം. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ പ്രധാന വിഷയം എന്നത് എന്തുകൊണ്ടാണ് മഴയുടെ തീവ്രത കൂടാനുണ്ടായ കാര്യം. ഒരു ശാസ്ത്രീയ പഠനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇനി ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള വിഷയം. ഇത് വളരെ വലിയൊരു വിഷയമാണ്. ആഗോള താപ വ്യതിയാനം എന്നാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിനെ ശരിക്കും ഇനി വരുന്ന കാലങ്ങളിൽ ബാധിക്കും. ഇതിൻ്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ചില രാജ്യങ്ങളിൽ അതുമാത്രവുമല്ല ഇവരുടെ ബഡ്ജറ്റിൻ്റെ ഒരു ഭൂരിഭാഗം പൈസയും ഇത്തരം അവരുടെ രാജ്യത്തെ കാലാവസ്ഥയും പ്രകൃതി ദുരന്തങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവർ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള വിഷയം എന്ന് പറയുമ്പം ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള കാലാവസ്ഥാ വ്യതിയാനം. ഇതാണ് അടുത്ത നമ്മുടെ വിഷയം. ഈ ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ വ്യതിയാനം ഒരു രാജ്യത്തെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ അത് ആ രാജ്യത്തിന് അത്രയും ആഘാതം സംഭവിക്കുന്നില്ല. പക്ഷേ നമ്മളെപ്പോലെ ശരിക്കും പറഞ്ഞാൽ കടൽ തീരങ്ങൾ ധാരാളമുള്ള അല്ലെങ്കിൽ കടൽ തീരത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തെ ചെറിയൊരു
കേരളത്തെ ഇത് എത്രമാത്രം ബാധിക്കുന്നു എന്നത് ഒരു ഭീകരമായ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെയേറെ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അടുത്ത എപ്പിസോഡിൽ ഇത് പറയാം. ഇത് വീഡിയോ വളരെ നീണ്ടുപോവുകയാണ്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബുദ്ധിമുട്ടാകും എന്ന് പ്രതീക്ഷിച്ച് തന്നെ അടുത്ത വീഡിയോയിൽ ഇത്തരം എല്ലാ കാര്യങ്ങളും തന്നെ ഞങ്ങൾ വിശദീകരിക്കും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക.